തങ്ങളുടെ കൂടെ എല്ലാ ലഗേജ് ഉള്ള മഹാന്മാര് കരയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എല്ലാ ഇപ്പോഴും ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ഒരു ദുആ നടത്തും, തങ്ങളൊന്ന് ആമീൻ പറഞ്ഞുതരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞുതരാം, ഞാൻ ദ്വാരക്കട്ടെ. അബൂ ഹുറൈറക്ക് മെമ്മറി വർദ്ധിപ്പിക്കണേ അല്ലാ, ആമീൻ. അങ്ങനെ അവർക്ക് മെമ്മറി വർദ്ധിക്കുന്നത് ഒരു കാരണം അതാണ്. ബുഖാരിയിൽ വേറെ ഉണ്ട്, നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ്. തങ്ങളുടെ മൊഴിജിതത്വമുണ്ട്, അവിടുത്തെ ഇസ്തിഗാസയിലൂടെ കിട്ടിയ വലിയ ബർക്കത്ത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ശേഷം ഒരൊറ്റ ഹദീസ് ഞാൻ മറന്നുപോയിട്ടില്ല എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എപ്പം വുളു മുറിഞ്ഞാലും വുളു എടുക്കും, എപ്പോൾ വുളു എടുത്താലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. എല്ലാ ദിവസവും 12,000 തസ്ബീഹ് ചൊല്ലും. മഹാനവറുകൾ വഫാത്തിന്റെ സമയത്ത് കരയുമ്പോൾ ഒരാൾ ചോദിച്ചു, എന്തിനാ കരയുന്നത്? അതിന് മഹാന്റെ മറുപടി, സഫരി തൊവീലുൻ, യാത്രയല്ലേ പുറപ്പെടുന്നത്, വസാദി ഖലീൽ, എൻ്റെ കയ്യിൽ കരുത്തു സ്വത്ത് ലഗേജ് ഒന്നും കാര്യമായിട്ടില്ലല്ലോ. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയാം, ലഗേജ് നിറയെ ഉള്ള ഒരു കരയാണ്, ലഗേജ് ഇല്ലാത്ത നമ്മൾ ചിരിച്ചാനന്ദിച്ച് കളിക്കുകയാണ്. നമ്മുടെ കയ്യിൽ എന്താ ലഗേജ് ഉള്ളത്? എന്താ ഉള്ളത്? സുബ്ഹാനല്ലാഹ്. എൻ്റെ ഉമ്മയുടെ ഉമ്മ അഥവാ ഉമ്മാമ, അള്ളാഹു ഒരു ഖബർ സ്വർഗ്ഗാക്കട്ടെ, വഫാത്തിൻ്റെ ഒരു 2 ആഴ്ച മുന്നേ ഞാൻ ഉമ്മാമനെ കാണാൻ വേണ്ടി പോയി. ഇളയമയുടെ വീട്ടിലെ ഉമ്മാമ കുറേ കാലം താമസിച്ചിരുന്നു. അപ്പോൾ ഉമ്മാമ എൻ്റെ അടുത്ത് ചോദിച്ചു ഒരു മസല. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് അറിയൊക്കെ ചെയ്യും, പക്ഷേ എനിക്ക് പറയാൻ ഒരു മടിയും നാണക്കെടും. ചോദ്യം ഇങ്ങനെയായിരുന്നു, 8 റക്അത്താണ് ഉമ്മാമയുടെ തഹജ്ജുദ്, വയസ്സ് 83 വരെ. മോനെ എല്ലാ ദിവസവും തഹജ്ജുദ് 8 നിസ്കരിക്കുന്നത്, ളുഹ 8, തസ്ബീഹ് എല്ലാ ദിവസവും നിസ്കരിക്കും. എല്ലാ റക്അത്തിലും യാസീനാണ് ഉമ്മാമയുടെ പാരായണം. തീരെ വയ്യക്കായില്ല, മോന് മുട്ടൊക്കെ കയ്യാണ്ടായി പോയി. അതുകൊണ്ട് 2 റക്അത്ത് കൂടിയിട്ട് ഒരു യാസീൻ ഫുള്ളാക്കിയാൽ മതി, അപ്പോൾ 4 യാസീനേ ആവും. തഹജ്ജുദിന് എന്തെങ്കിലും കുറവുണ്ടാ, നിന്റെ അടുത്ത് എന്തെങ്കിലും മസാല ഉണ്ടാന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ കരഞ്ഞുപോയി, എന്തപ്പോ പറയാ. എന്നിട്ട് ഉമ്മാമയുടെ കണ്ണെന്ന് വെള്ളം വീടുണ്ട്. 4 യാസീനല്ലേ ആവും, അപ്പൊ തഹജ്ജുദിന് എന്തെങ്കിലും കുറവുണ്ടാന്നാ ചോദിക്കുന്നത്. ഈ ഉമ്മാമൻ്റെ തന്നെ കുറച്ച് കാലം മുമ്പ് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കയ്യും പിടിച്ചിട്ട് വയലിന് പോവുകയാണ്. ഇതേപോലത്തെ ഒരു വയലിന് പോവാണ്. ഞാൻ അൽമക്കറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിമ. വയലിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വയൽ ഇങ്ങനെ ജസ്റ്റ് കേട്ട് തുടങ്ങുന്ന ഒരു ഡിസ്റ്റൻസിലേക്ക് എത്തി. അപ്പോൾ ഉമ്മാമ ഒരു കരയുന്ന ഒരു ഫീലിംഗ്. ഞാൻ നോക്കുമ്പോൾ ഹിജാബ് നന്നിട്ടുണ്ട്. ഹിജാബ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഹിജാബ്, മൂക്ക് വരെയുള്ള പുതിയുള്ള ഹിജാബ് അല്ല കേട്ടോ, പുതിയ ഹിജാബ് ഉണ്ടല്ലോ നിങ്ങൾ മൂക്ക് വരെ. പരപ്പനങ്ങാടിയിൽ നിന്ന് കാറ്റടിച്ചാൽ തിരൂര് കോയിച്ചിനെ ആ ഹിജാബ് പറഞ്ഞു. പേര് ഫാത്തിമ. ഫാത്തിമ ബീവി വഫാത്തിന്റെ തലേന്ന് വസിയത്ത് ചെയ്ത് എന്താ അറിയോ, എന്നെ നാളെ എൻ്റെ കഫംപുട അന്യപുരുഷർ കാണൂലേ, ആര് സ്വഹാബിമാരെ കാണൂലേ, അതുകൊണ്ട് രാത്രി കബറടക്കിയാൽ മതി, രാത്രി കബറടക്കിയാൽ മതി. തീർന്നില്ല, ഇവിടുത്തെ മയ്യത്ത് കട്ടിലിന് മുകളിൽ മറയില്ല.